ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിങ്ങളെ രക്ഷിച്ചത് ഇയാളാണോ? അതെ, ഇയാള് തന്നെ. പേര് ചിദംബരം എന്നാ പറഞ്ഞത്. ചിദംബരം? ഇയാള് വന്നില്ലായിരുന്നെങ്കിൽ ഇവളിപ്പോ ആ കൊക്കയില് കിടന്നേനെ. ഇവനൊക്കെ എന്തിനാ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നേ? എന്നിട്ട് ആളുകളെ രക്ഷിക്കാൻ നടക്കുന്നു. കണ്ടില്ലേ, സൂക്ഷിക്കണം. ഈ കാടിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ കാട്ടിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മളാരെയും കണ്ടുവെന്ന് വരില്ല. പക്ഷേ നമ്മളെ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മളെയും നമ്മുടെ ഉള്ളിലുള്ളതും അവർക്ക് കാണാൻ സാധിക്കും. അതൊരു കോസ്മിക് ലോ ആണ്. അല്ല, നിങ്ങൾ ഈ കാട്ടിൽ എവിടുന്ന് വന്നു? അമ്പലത്തിൽ പോകാൻ വേണ്ടി തന്നെ വന്നതാണോ? കാടെന്നും എനിക്കൊരു ലഹരിയാ. കാട്ടിൽ എത്ര ദിവസം അലഞ്ഞു തിരിയാനും എനിക്കൊരു മടിയുമില്ലായിരുന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ ജോലി തിരഞ്ഞെടുത്തതും അതുകൊണ്ടാ. ഇപ്പോ ഈ കാടാ എനിക്കല്ല. ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ തന്നെ. നന്ദി പറഞ്ഞാൽ തീരുന്നതല്ലെന്ന് എനിക്കറിയാം, എങ്കിലും താങ്ക്സ്. കാട് ഒരേ സമയം സുന്ദരവും അപകടകരവുമാണ്. മുന്നോട്ട് വയ്ക്കുന്ന കാലടികളിൽ പോലും അപകടമുണ്ടാവും. ഒരു നിമിഷം കൊണ്ട് അഗാധമായ ഗർത്തത്തിലേക്ക് പോയെന്നും വരാം. ചിലപ്പോൾ കാട്ടുമൃഗങ്ങൾ നമ്മളെ ആക്രമിച്ചെന്നും വരാം. അല്ലെങ്കിൽ ഉരുൾപൊട്ടി മണ്ണിനടിയിൽ പോയെന്നും വരാം. എല്ലാം അവസാനിക്കുന്ന നിമിഷങ്ങൾ മാത്രം മതി. ചേട്ടന് പേടിയില്ലേ? നമ്മുടെ ഭയമൊക്കെ ഒരു ഘട്ടം വരെ മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പേടിയുണ്ടാവില്ല. പേടിക്കണ്ട, അതൊരു ഒറ്റയാനാണ്. അപ്പോ ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണോ? കാട്ടാനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ഒരു കാട്ടുചോലയുണ്ട് അപ്പുറത്ത്. അവരുടെ വിഹാര കേന്ദ്ര ഈ സ്ഥലം. ഈ മൂർത്തി ഇത് എവിടെ പോയി കിടക്കുന്നു? എത്രയും പെട്ടെന്ന് ഇവളെ തീർക്കാനുള്ളത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് ഇവളെ രക്ഷിക്കും. നമുക്ക് ഇതുവഴിയാ പോകേണ്ടത്. അർച്ചന, 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 അർച്ചന. ആരോ വിളിക്കുന്നുണ്ടല്ലോ. എന്റെ ഹസ്ബൻഡാണ്. ഓ, ഞങ്ങളെ കാണാതെ വിഷമിച്ചു കാണും. അർച്ചന. അപ്പോ നിങ്ങളുടെ ഹസ്ബൻഡോ? അദ്ദേഹം വന്നിട്ടില്ലേ? ഇല്ല. അർച്ചന, 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 അർച്ചന. സച്ചിട്ടാ. അർച്ചന, നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ? ഞങ്ങള് എവിടെല്ലാം നോക്കിന്നറിയോ? എന്തിനാ നിലവിളിച്ചേ? ആരാ നിലവിളിച്ചേ? നിലവിളിച്ചത് അർച്ചനയാ. നടക്കുമ്പോ നോക്കി നടക്കണ്ടേ? കാല് വഴുതി ഒരു കൊക്കയിലേക്ക് വീഴാൻ പോയി. പിന്നെ ഞാൻ പിടിച്ചോണ്ടാ രക്ഷപ്പെട്ടത്. അവന്തിയേട്ടത്തെ പിടിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷേ ശരിക്കും എന്നെ രക്ഷിച്ചത് ഈ നീ ആരുടെ കാര്യം പറയുന്നേ? അല്ല സച്ചേട്ടാ, ഒരു ഫോട്ടോഗ്രാഫർ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അയാളെന്താ മജീഷ്യനാണോ? ഇപ്പൊ ഇവിടെ നിന്നതല്ലേ? ചിലപ്പോ നിങ്ങളെ കണ്ട് മാറിയതായിരിക്കും. ഞങ്ങളെ കണ്ടോണ്ട് അയാൾ എന്തിനു മാറുന്നേ? അയാൾ നിങ്ങളെ രക്ഷിക്കുകയല്ലേ ചെയ്തേ, അല്ലാതെ ഉപദ്രവിക്കുകയല്ലല്ലോ ചെയ്തേ.
അയാൾ ആരാന്ന ചേച്ചി പറഞ്ഞത്? അയാള് ഒരു ഫോട്ടോഗ്രാഫറാണെന്നാ പറഞ്ഞേ. ദൈവമേ. നിങ്ങളെ രക്ഷിച്ചത് ഇയാളാണോ? അതെ, ഇയാള് തന്നെ. പേര് ചിദംബരം എന്നാ പറഞ്ഞത്. ചിദംബരം. എന്താ എന്തുപറ്റി? ചേച്ചി, ഈ ഫോട്ടോഗ്രാഫർ ചിദംബരം മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. നമ്മൾ ഈ കാട്ടിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മളാരെയും കണ്ടുവെന്ന് വരില്ല. പക്ഷേ നമ്മളെ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. പണ്ടത്തെ ഉരുൾപൊട്ടലിൽ അയാൾ മണ്ണിനടിയിൽപ്പെട്ട് പോയതാ. ബോഡി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കാട്ടിൽ പലരും അയാൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപകടങ്ങളിൽ നിന്ന് പലരെ അയാൾ ഇതുപോലെ രക്ഷിച്ചിട്ടുണ്ട്. ഇനിയും നമ്മളിവിടെ നിൽക്കണ്ട. വാ, നമുക്ക് പോ. വാ. ഹലോ, ആണോ? എന്നിട്ട് ഫോട്ടോഗ്രാഫറോ? അത് ശരി, അങ്ങനൊരു പേടി നല്ലതാ. ശരി, എന്നാ ഞാൻ വിളിക്കാം. അതെ, രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഇന്ന് ധനുഷ് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇടയ്ക്ക് ഫോൺ വരുന്നു, വെപ്രാളത്തോടെ സംസാരിക്കുന്നു, പിന്നെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്ക് അർച്ചനയുടെ കാര്യം ഓർത്തിട്ടുള്ള ടെൻഷനാ. അവർക്കവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ. മറ്റുള്ളവരെ ഫോണിൽ വിളിച്ചിട്ടാണോ പ്രാർത്ഥന? അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇപ്പൊ ഫലം കിട്ടൂ. പണ്ട് അർച്ചനടുത്തിയോട്ടെ എന്തൊരു ശത്രുതയായിരുന്നു. ഇപ്പൊ അർച്ചനടുത്തിന്റെ കാര്യത്തില് ധനുഷിന്റെ ഒരു ടെൻഷൻ കണ്ടില്ലേ? നീ കളിയാക്കണ്ട. ചില ബന്ധങ്ങൾ അങ്ങനെയാ.